അബ്ദുൽ കലാമിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതചക്രം പത്രവാർത്തകളുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പുനലൂർ സ്വദേശിയായ പി മുഹമ്മദ് ഷാഫി. അറിഞ്ഞതും അറിയാത്തതുമായ കലാം എന്ന പുസ്തകത്തിലെ 150 അധ്യായങ്ങൾ കലാമിന്റെ ജീവിതത്തിന്റെ നേർചിത്രമാണ്. അബ്ദുൽ കലാമിന്റെ ജീവിതം 240 പേജുകളിൽ കൺമുന്നിൽ എന്ന പോലെ വായിച്ചെടുക്കാം. കലാമിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും പ്രമുഖരുടെ ലേഖനങ്ങളും അച്ചടിമഷി പുരളാത്ത കൗതുകകരമായ ജീവിതാനുഭവങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. ഓരോ ചാപ്റ്ററിലും അദ്ദേഹത്തിന്റെ ഓരോ ദിവസം എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, പ്രമുഖരായിട്ടുള്ള കുറേ പേർ അദ്ദേഹവുമായി സംവദിച്ച ദിവസങ്ങൾ, ആ മണിക്കൂറുകളെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു ജേർണലിസ്റ്റ് കലാം സാറിന്റെ ജീവിതം എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. എന്റെ മരണദിനത്തിൽ അവധി പ്രഖ്യാപിക്കരുത്, പകരം ഒരു ദിവസം അധികം പണിയെടുക്കാൻ പറഞ്ഞ അബ്ദുൽ കലാമിന്റെ ചിന്തോദ്ദീപകമായ സ്വപ്നങ്ങളും ഉപദേശങ്ങളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. ദാരിദ്ര്യത്തിന്റെ നടുവിലും വിമാനങ്ങളെയും തീവണ്ടിയെയും കടലിനെയും സ്വപ്നം കണ്ട ബാല്യവും, അബ്ദുൽ കലാമിന്റെ ശാസ്ത്ര പ്രതിഭയെ കണ്ടെത്തിയ വിക്രം സാരാഭായിയും ബഹിരാകാശ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളും ഒടുവിൽ രാഷ്ട്രപതിയായ സാഹചര്യവുമെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. അബ്ദുൽ കലാമിന്റെ രാമേശ്വരത്തെ വീട്ടിൽ ജ്യേഷ്ഠ സഹോദരൻ മുത്തുമീരാൻ ലബ്ബയും മകൾ ഡോക്ടർ എം നസീമയുമാണ് പുസ്തകത്തിന്റെ കയ്യെഴുത്തുപ്രതി പ്രകാശനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.